ശബരിമലയിലെ കട്ടിളപ്പാളിയോടൊപ്പമുള്ള പ്രഭാമണ്ഡലവും കടത്തിയതായി ആരോപണം. എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ പ്രഭാമണ്ഡലം സ്വർണമാണെന്നറിഞ്ഞിട്ടും ചെമ്പെന്ന് എഴുതി ചേർത്തതായി വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ എൻ വാസു ചെമ്പുപാളി എന്നാക്കി തിരുത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഈ CPM നേതാവ് എൻ വാസുവിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പാളി, അവിടെ സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ CPM നേതാവായിട്ടുള്ള എൻ വാസു തന്നെയാണ്. ഈ വാസുവിനെതിരെയാണ് പ്രഭാമണ്ഡലവും കടത്തിയതായുള്ള ആരോപണം പുറത്തു വരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? നിലിമ, തീർച്ചയായും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് കട്ടിള പൊതിഞ്ഞിട്ടുള്ള, മുൻപ് സ്വർണം പൂശിയിട്ടുള്ള എന്ന് വളരെ കൃത്യമായി എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഉത്തരവുമായി ചേർന്ന് ബന്ധപ്പെട്ട ചില കത്തിടപാടുകളിൽ കട്ടിള പൊതിഞ്ഞിട്ടുള്ള, മുൻപ് സ്വർണം പൊതിഞ്ഞതുമായ എന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നത് ഈ സ്വർണം നേരത്തെ പൂശിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ളത് എന്ന് മാറ്റി ചെമ്പുപാളികളാക്കി, ചെമ്പുപാളി എന്ന് എഴുതി വെച്ചതാണ് എൻ വാസു ചെയ്ത ഒരു തിരുത്തൽ. അതായത് ചെമ്പുപാളിയാണ് കൊണ്ടുപോയത്, തിരിച്ചും ചെമ്പുപാളിയാണ് കൊണ്ടുവരേണ്ടത് എന്ന ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുകയും സ്വാഭാവികമായും ആ വ്യാഖ്യാനം വരുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണം മുഴുവൻ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് ആസിഡിംഗ് പ്രോസസ്സൊക്കെ വഴി മാറ്റിയെടുത്ത് അവർക്കത് മോഷ്ടിക്കുന്നതിനുള്ളൊരു വഴിയൊരുക്കി എന്നതാണ് എൻ വാസുവിന് നേരെയുള്ള ഒരു കൃത്യമായ കണ്ടെത്തലായി ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിന് കൃത്യമായി അത് ഇദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു, എൻ വാസുവിന് അത് അറിവുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ചില കാലയളവുകൾ, അതായത് അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്ന കാലഘട്ടം, അതായത് 10-11-2010 മുതൽ 15-2-2013 വരെയും 1-2-2018 മുതൽ 31-3-2019 വരെയുള്ള കാലഘട്ടത്തിലും അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരിക്കെ ഈ കട്ടിളപ്പാളിയും അതിന് ചുറ്റുമുള്ള പ്രഭാമണ്ഡലവും സ്വർണം പൂശിയത് അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമായി അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവുകയും പിന്നീട് അത് രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടത്തിക്കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് ചെമ്പുപാളികളെന്ന് എഴുതി മാറ്റുകയും നേരത്തെ എഴുതിയിരുന്ന സ്വർണം പൂശിയത് എന്ന് ബ്രാക്കറ്റിൽ എഴുതി, അതായത് കട്ടിള പൊതിഞ്ഞിട്ടുള്ള എന്ന് എഴുതിയതിന് ശേഷം അതിന് തൊട്ട് പിന്നാലെ മുൻപ് സ്വർണം പൊതിഞ്ഞിട്ടുള്ളതുമായ എന്ന ആ ബ്രാക്കറ്റിലുള്ള വിവരം ഒഴിവാക്കി കട്ടിള പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ എന്ന് മാത്രമാക്കി അതിനെ മാറ്റി എന്നതാണ് ഇദ്ദേഹത്തിന് നേരെ വയ്ക്കുന്ന ആരോപണം. സ്വാഭാവികമായും ഈ പ്രഭാമണ്ഡലവും ഈ കട്ടിളപ്പാളിയോടൊപ്പം കടത്തിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകളെല്ലാം തന്നെ ആരോപിക്കുന്നത്. അത്തരമൊരു വിശദീകരണമാണ് ഇപ്പോൾ ഇത് വായിക്കുമ്പോഴും നമുക്ക് ഏകദേശം ഒരു സൂചന അത്തരത്തിൽ ലഭിക്കുന്നുമുണ്ട്. പക്ഷേ FIR-ൽ പ്രഭാമണ്ഡലം കടത്തിക്കൊണ്ടുപോയി എന്ന് ഒറ്റയടിക്ക് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നൊരു സാഹചര്യമില്ല. എങ്കിൽ കൂടി അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആരോപണമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വിജയ് മല്യയുടെ സമയത്ത് സ്വർണം പൂശിയല്ല നൽകിയത്, പൊതിഞ്ഞാണ് നൽകിയത്. അപ്പോൾ ഈ പ്രഭാമണ്ഡലത്തിലും സ്വർണം പൊതിഞ്ഞാണ് നൽകിയത്. അപ്പോൾ അതിൻ്റെ തിളക്കം മങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും അതെല്ലാം അഴിച്ചു മാറ്റുന്നതും പിന്നീട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെമ്പിൻ്റെ പുറത്ത് സ്വർണം പൂശി അവിടെ സ്ഥാപിക്കുന്നതും. അപ്പോൾ അന്ന് തന്നെ ഒരു സംഘടിത കൊള്ളയ്ക്കുള്ളൊരു നീക്കം വളരെ കൃത്യമായി അവിടെ നടന്നു എന്നല്ലേ കരുതേണ്ടത് ഐസൻ? തീർച്ചയായും നിലിമ, സംഘടിത കൊള്ള തന്നെയാണ് സ്വർണ്ണമോഷണവുമായി അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളായാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓരോ മുരാരി ബാബുവിൻ്റെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഇപ്പോൾ എൻ വാസുവിൻ്റെയും ഒക്കെയുള്ള അറസ്റ്റുകളിൽ ഈ ഗൂഢാലോചന നടന്നതിൻ്റെ കൃത്യമായ സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ നേരത്തെ നമ്മൾ പലതവണ പരാമർശിച്ചതുപോലെ ഈ ക്ലാഡിങ്ങും അതുപോലെ തന്നെ പ്ലേറ്റിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ക്ലാഡിംഗ് ആണെങ്കിൽ അത് നമുക്കറിയാവുന്നതാണ്, ഒരു സ്ക്വയർ ഫീറ്റിൽ അല്ലെങ്കിൽ ഒരു ചതുരശ്ര അടിയിൽ അത് ഏതാണ്ട് 40-45 ഗ്രാമോളം സ്വർണം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ അത് പ്ലേറ്റിംഗ് ആണെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് 30 മൈക്രോണാണ് പ്ലേറ്റിങ്ങിൽ ഈ സ്വർണം അതിന് മുകളിൽ, ചെമ്പുപാളിക്ക് മുകളിൽ ഒരു പടർന്ന പോലെ, പെയിൻ്റ് അടിച്ച പോലെ കിടക്കുകയാണ് ചെയ്യുക. ഈ 30 മൈക്രോൺ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞതുപോലെ 1 മില്ലിമീറ്ററിൻ്റെ 1000-1 1 മൈക്രോൺ. അപ്പോൾ 1 മില്ലിമീറ്ററിൻ്റെ 1000-1 30% അല്ലെങ്കിൽ 30 യൂണിറ്റ് ഉള്ളതാണ് അതിൻ്റെ തിക്നെസ്. വളരെ ചെറിയത്, 1 മില്ലിമീറ്ററിൻ്റെ 1000-1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കനക്കുറവ് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നേർത്ത ഒരു പാളിയായിരിക്കും ഈ പ്ലേറ്റിങ്ങിലുണ്ടായിരിക്കുക. സ്വാഭാവികമായും അത്രയും സ്വർണം കുറവുമുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 10-1 അല്ലെങ്കിൽ 10% മാത്രമായിരുന്നു. നേരത്തെ ക്ലാഡിങ്ങിന് ഉപയോഗിച്ച സ്വർണ്ണത്തിനേക്കാൾ 10% മാത്രമാണ് ഉണ്ടായിരിക്കുക. അതൊരു 20% അത്തരത്തിൽ ഈ ക്ലാഡിങ്ങിന് ഉപയോഗിച്ച സ്വർണ്ണത്തിൽ ഒരു 80% ഇത്തരത്തിൽ ആസിഡിങ് വഴി നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ അന്ന് ഉപയോഗിച്ചിരുന്ന വൻതോതിൽ ഉപയോഗിച്ചിട്ടുള്ള, നമുക്കറിയാവുന്നതാണ് ഈ പ്ലേറ്റിംഗ് സംവിധാനങ്ങളൊക്കെ കുറേ കൂടി സങ്കീർണമായ പ്ലേറ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട, ഫാക്ടറിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ചെറിയ കടലാസ് പാളികളാക്കി അല്ലെങ്കിൽ
കടലാസിനോളം കനം കുറഞ്ഞ പാളികളാക്കി സ്വർണ്ണത്തെ കൃത്യമായി അതിന് മുകളിൽ ഒട്ടിച്ച് ചേർക്കുന്ന മെർക്കുറിയും ചേർത്ത് ഒട്ടിച്ച് ചേർക്കുന്ന ഒരു രീതിയാണ്. അത്തരത്തിൽ അലിഞ്ഞ് സ്വർണം ചെമ്പിന് മുകളിൽ അലിഞ്ഞ് ചേരുന്ന ഒരു രീതിയാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. അതിന് സ്വാഭാവികമായും കൂടുതൽ സ്വർണം വേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും വലിയ വോളിയം സ്വർണം, അതായത് 400 ഗ്രാം 40 ഗ്രാം സ്വർണ്ണമാണെങ്കിൽ അതിന് പകരം 400 ഗ്രാം സ്വർണ്ണമായി ക്ലാഡിങ്ങിൻ്റെ അന്തരം മാറുന്നത്. അത്തരത്തിലുള്ള വ്യത്യാസം സ്വാഭാവികമായും അതിലുണ്ടാവുകയും ചെയ്യും. ഈ സ്വർണ്ണത്തിനെ ലക്ഷ്യം വെച്ചാണ് ഈ വരവ് അല്ലെങ്കിൽ ഈ മോഷ്ടാക്കളുടെ വരവ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനുവേണ്ടി കൂട്ടുനിൽക്കുകയാണ് എൻ വാസുവും അതുപോലെ തന്നെ മറ്റുള്ളവരുമെല്ലാം ചെയ്തത് എന്നതാണ് ഈ ഗൗരവമർഹിക്കുന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഘടകം.